അദാനി ഹിൻഡൻബർഗ് കേസിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുക. കേസിലെ വിധി കേന്ദ്രത്തിനും അദാനി ഗ്രൂപ്പിനും ഒരുപോലെ നിർണായകമാണ്. ജിൽബി ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. ജിൽബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ഓക്കെ, സുപ്രധാനമായ രണ്ട് വിധി വരാനിരിക്കുന്നു സുപ്രീം കോടതിയിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുന്നത്. മഹുവ മൈത്ര സമർപ്പിച്ച ഹർജിയിൽ നിന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തും വിധി വരാനിരിക്കുന്നു. ഒപ്പം ഇപ്പോൾ പ്രധാനമായി നമ്മൾ പറഞ്ഞു വെച്ച കാര്യം, അദാനി ഹിൻഡൻബർഗ് കേസിലെ വിധി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുന്നു. ഭരണഘടനാ ബെഞ്ചാണ്, DY ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ചാണ് ഇക്കാര്യത്തിലൊരു വിധി പ്രസ്താവന നടത്തുക. എത്തരത്തിലായിരിക്കും വിധി? കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൻ്റെ വാദങ്ങൾ സമർപ്പിച്ചപ്പോഴൊക്കെ, വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നപ്പോഴൊക്കെ അന്വേഷണ ഏജൻസിയായ സെബിയോട് ഈ കാര്യം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിലൊരു അന്വേഷണ റിപ്പോർട്ട് സെബിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ഒക്കെ നിലനിൽക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും അദാനി ഗ്രൂപ്പിനെ ഈ വിധി പ്രത്യക്ഷത്തിൽ ബാധിക്കാൻ പോകുന്നത്? ഏത് രീതിയിലാണ് ഹിൻഡൻബർഗ് കേസുമായി ബന്ധപ്പെട്ട് തിരിച്ചടിയാകുമോ അല്ലെങ്കിൽ അനുകൂലമായ ഒരു വിധിയാകുമോ അദാനി ഗ്രൂപ്പ് ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്? വിനീഷ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രത്തിനും അതുപോലെ തന്നെ അദാനിക്കും നിർണായകമായ ഒരു കേസ് അല്ലെങ്കിൽ ഒരു വിധിയായിരിക്കും ഇന്ന് ഉണ്ടാവുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അദാനിക്കും കേന്ദ്ര സർക്കാരിനും അനുകൂലമോ അതുപോലെ തന്നെ പ്രതികൂലമോ ആയിരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നു. ഏത് രീതിയിലുള്ള വിധിയായിരിക്കുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും അദാനി ഹിൻഡൻബർഗ് കേസിൽ അല്ലെങ്കിൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ ഹർജികളിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന്, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നുകൊണ്ട് ആവശ്യപ്പെട്ട് നൽകിയ ഹർജികളിലാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി വിധി പറയുക. അതായത് പ്രധാനമായിട്ടും ഓഹരി വിലകൾ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓഹരി വിലകളിൽ നടത്തിയ തട്ടിപ്പിനെ പറ്റിയുള്ള അദാനി ഗ്രൂപ്പുകൾ നടത്തിയ ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജികളിൽ ആണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഇപ്പോൾ വിധി പറയുക, അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് വിധി പറയുക. അതായത് പ്രധാനമായിട്ടും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി മേൽനോട്ടത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്നായിരുന്നു പ്രധാനമായിട്ടും ഉന്നയിച്ച ഹർജി അല്ലെങ്കിൽ ആവശ്യമെന്ന് പറയുന്നത്. നേരത്തെ 2023 ജനുവരിയിലാണ് ഇത്തരത്തിൽ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. അതായത് ഓഹരി വിലകൾ പെരുപ്പിച്ചു കാട്ടി അദാനി ഗ്രൂപ്പ് തട്ടിപ്പ് നടത്തുന്നതെന്നായിരുന്നു ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. ഇതിന് പിന്നാലെയാണ് ഹർജികൾ സുപ്രീം കോടതിയിലെത്തുകയും സുപ്രീം കോടതിയുടെ മേൽത്തോട്ടത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചത്. ഇതിന് പിന്നാലെയായിരുന്നു സെബിയോട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്താനായിട്ട് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. അതായത് അദാനി ഗ്രൂപ്പിൻ്റെ ഈ സെക്യൂരിറ്റീസ് നിയമലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനാണ് സെബിയോട് കഴിഞ്ഞ മാർച്ചിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഒപ്പം ഈ വിഷയം അന്വേഷിക്കാനായിട്ട് മറ്റൊരു വിദഗ്ധ സമിതിയെയും സുപ്രീം കോടതി നിയോഗിച്ചിരുന്നു. അതായത് മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് AM സപ്രയുടെ നേതൃത്വത്തിൽ 6 അംഗങ്ങൾ അടങ്ങുന്ന ഒരു വിദഗ്ധ സമിതിയായിരുന്നു സുപ്രീം കോടതി രൂപീകരിച്ചിരുന്നത്. ഇതിന് പിന്നാലെ സെബിക്കെതിരെയും അതുപോലെ തന്നെ ഈ വിദഗ്ധ സമിതിക്കെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതായത് സെബിക്കെതിരെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനെതിരെ സെബിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തുകയും അതിനെതിരെ ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തുകയും ചെയ്തു. ഒപ്പം വിദഗ്ധ സമിതിക്കെതിരെയും ചോദ്യം ചെയ്യലുമായിട്ട് ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു. പക്ഷേ ഈ ഹർജികളൊന്നും അംഗീകരിക്കാനായിട്ട് സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല. അതായത് പ്രധാനമായിട്ടും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ നിലവിലെ അന്വേഷണത്തിൽ സെബിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സെബിയുടെ അന്വേഷണത്തിൽ സംശയാസ്പദമായി നോക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത് ഒരു നല്ല ഒരു നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട്, അതായത് സെബിയുടെ അന്വേഷണത്തെയും സംശയിച്ച ഹർജിക്കാരുടെയും നിലപാടിനെ കോടതി ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. അതായത് നിയമപരമായി സ്ഥാപിക്കപ്പെട്ട ഒരു സംവിധാനമാണ് സെബി, അതിനാൽ അതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ സംശയിക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു സുപ്രീം കോടതി ഈ ഹർജികളിൽ വാദം കേൾക്കുന്നതിനിടെ വ്യക്തമാക്കിയത്. ഒപ്പം ഈ വിദഗ്ധ സമിതിയുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളും അംഗീകരിക്കാനായിട്ട് സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല. ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ആയിരുന്നു ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നവംബർ
നവംബറിലാണ് ഈ കേസുകളിൽ വാദം കേട്ട ശേഷം വിധി പറയാനായിട്ട് സുപ്രീം കോടതി മാറ്റിവെക്കുകയും ചെയ്തത്. ഇതിനൊക്കെ പിന്നാലെ അദാനിക്കെതിരെ അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിനെതിരെ കൂടുതൽ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് നമ്മൾ കണ്ടതാണ്. കാരണം വലിയ രീതിയിലുള്ള അട്ടിമറി അല്ലെങ്കിൽ കമ്പനി തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. അതായത് ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് പിന്നാലെ അന്വേഷണാത്മക മാധ്യമപ്രവർത്തകരുടെ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്ട് എന്ന കൂട്ടായ്മയും പുതിയ കണ്ടെത്തലുകൾക്കുമായിട്ട് രംഗത്ത് വന്നിരുന്നു. അതായത് അദാനിയുടെ കുടുംബവുമായി ബന്ധമുള്ളവർ മൗറീഷ്യസിലെ നിഴൽ കമ്പനികൾ വഴി അദാനി ഗ്രൂപ്പിന്റെ വിവിധ കമ്പനികൾ രഹസ്യ നിക്ഷേപം നടത്തുന്നുവെന്നായിരുന്നു ആ കണ്ടെത്തൽ. അത്തരത്തിൽ അദാനിക്കെതിരെ കൂടുതൽ കുരുക്കുകൾ മുറുകുന്നത് നമ്മൾ കണ്ടതാണ്. ഒപ്പം അദാനി മോദി വിഷയത്തിൽ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നു. രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വരുന്നു. പ്രതിപക്ഷം ഉൾപ്പെടെ പാർലമെന്റിലടക്കം ഈ വിഷയം വലിയ രീതിയിൽ ഉയർത്തുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അപ്പോഴും പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരോ ഈ വിഷയത്തിൽ പ്രതികരിക്കാനായിട്ട് തയ്യാറാകാതിരുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം രാജ്യവ്യാപകമായിട്ട് ഈ വിഷയത്തിൽ ഉയർന്നു വന്നിരുന്നത്. കാരണം മോദി സർക്കാരിന്റെ ഭരണകാലത്ത് അല്ലെങ്കിൽ മോദി അധികാരത്തിലേറിയതിന് പിന്നാലെ അദാനി ഗ്രൂപ്പുകൾക്കുണ്ടായ വളർച്ച വലിയ രീതിയിൽ കണ്ടതാണ്. കണക്കുകളൊക്കെ പുറത്തു വന്നതാണ്. ഈ രീതിയിലൊക്കെ നോക്കുമ്പോൾ ഇന്നത്തെ വിധി ശരിക്കും കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ അദാനിക്കും നിർണായകമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ നവംബറിൽ വിധി പറയാനായിട്ട് മാറ്റിവെച്ച സുപ്രീം കോടതി മേൽനോട്ടത്തിൽ ഈ അദാനി ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളിലാണ് ഇന്നിപ്പോൾ കോടതി വിധി പറയുക. വിനീഷ. ശരി, അതായത് അദാനി ഗ്രൂപ്പ് വിപണിയിൽ വിറ്റഴിക്കുന്ന ഓരോ ഓഹരികളിലും കൃത്രിമത്വം കാണിച്ചു എന്നതായിരുന്നു ഹിൻഡൻബർഗിൻ്റെ ഒരു കണ്ടെത്തൽ. ആ കണ്ടെത്തൽ ശരിയാണോ, അതല്ലെങ്കിൽ ഹിൻഡൻബർഗ് കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്ന് പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഇന്ന് സുപ്രീം കോടതി വിധി പറയാനിരിക്കുന്നത്. സമഗ്രമായി തന്നെ ജിൽബി ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.